നമസ്കാരം. ബംഗാളിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന യുവ നേതാവ് പ്രതികൂർ റഹ്മാൻ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 16-ന് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച റഹ്മാൻ തൃണമൂൽ MPയും മമതാ ബാനർജിയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജിയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭിഷേക് ബാനർജിക്കെതിരെ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ മത്സരിച്ചത് ഈ റഹ്മാനായിരുന്നു. BJPയെ നേരിടാൻ തൃണമൂലിന് മാത്രമേ സാധിക്കൂ എന്ന് റഹ്മാൻ പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ മേൽവിലാസം തിരിച്ചുപിടിക്കാൻ പെടാപ്പാടുപെടുന്ന CPMന് വലിയ തിരിച്ചടി നൽകിയാണ് യുവ നേതാവും പാർട്ടിയുടെ ന്യൂനപക്ഷ മുഖവുമായ പ്രതികൂർ റഹ്മാൻ രാജിവെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് CPM ജില്ലാ സംസ്ഥാന കമ്മിറ്റികളിൽ നിന്നും രാജിവെച്ച് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും ഒഴിഞ്ഞത്. CPMൽ നിന്ന് രാജിവെച്ചതിനുള്ള കാരണവും പാർട്ടിയെ ബോധ്യപ്പെടുത്തുമെന്നും പുറത്തു പറയാനില്ലെന്നും റഹ്മാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പാർട്ടിയുടെ യുവ നേതാവ് തൃണമൂലിലേക്ക് പോകുന്നത് തടയാൻ CPM നേതൃത്വം അനുനയ ചർച്ചകളിലൂടെ കഠിന ശ്രമം നടത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. SFI മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന റഹ്മാൻ പാർട്ടിയുടെ പ്രതീക്ഷയുള്ള വളർത്തിക്കൊണ്ടുവന്നൊരു നേതാവായിരുന്നു. 2010-11 കാലത്ത് തൃണമൂൽ പ്രവർത്തകരുടെ ക്രൂര മർദ്ദനത്തിനിരയായി മൃതപ്രായനായ പ്രതികൂർ റഹ്മാൻ അതേ തൃണമൂലിൽ ചേർന്നതിന്റെ ഞെട്ടലിലാണ് CPM പ്രവർത്തകർ ഒന്നാകെ. CPMന് ഭരണം നഷ്ടമാവുകയും ഓഫീസുകളും പ്രവർത്തകരും ആക്രമണത്തിനിരയാവുകയും ചെയ്ത സമയത്തായിരുന്നു പ്രതികൂർ റഹ്മാനെയും തൃണമൂലുകാർ സംഘം ചേർന്ന് ആക്രമിച്ചത്. മരിച്ചുവെന്ന് കരുതി നദിക്കരയിൽ ഉപേക്ഷിച്ചപ്പോൾ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാണ് ജീവൻ രക്ഷിച്ചത്. അത്തരത്തിൽ ഒരാൾ ഇപ്പോൾ TMCയിൽ ചേർന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും CPM നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ റഹ്മാനെ പുറത്താക്കിയതായും CPM അറിയിച്ചിട്ടുണ്ട്. അതേസമയം പ്രതികൂർ റഹ്മാന്റെ രാജിക്കത്ത് തൃണമൂൽ കോൺഗ്രസ് വക്താവ് കുനാൽ ഘോഷ് സാമൂഹിക മാധ്യമ പേജിൽ പങ്കുവച്ചിരുന്നു. പാർട്ടിയിലെ ചില സമീപകാല സംഭവങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കാരണങ്ങളാൽ രാജിവെക്കുന്നതായാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന ജില്ലാ സമ്മേളനത്തെ തുടർന്ന് പ്രതികൂർ റഹ്മാൻ പാർട്ടിയുമായി ഭിന്നതയിലായിരുന്നുവെന്നും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സമിതിയിൽ നിന്നും ഇദ്ദേഹവും ഏതാനും നേതാക്കളും രാജിവെച്ചിരുന്നുവെന്നും ബംഗാളിലെ മുതിർന്ന CPM നേതാവ് പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ നടപടികളിൽ പ്രതികൂർ റഹ്മാൻ അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നുവെന്നും തൃണമൂൽ പുറത്താക്കിയ MLA ഹുമയൂൺ കബീറിനെ മുഹമ്മദ് സലീം സന്ദർശിച്ചതിനെ വിമർശിച്ചതായും വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥി വിഭാഗം നേതൃത്വത്തിൽ നിന്നും ഒഴിവാക്കി. കർഷക സംഘടനയായ ഖേത് മജുംദാറിന്റെയും ജില്ലാതല പ്രവർത്തനങ്ങളിലേക്കും ഒതുക്കിയതിൽ അസംതൃപ്തനായിരുന്നുവെന്നും ഇദ്ദേഹം അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള രാജി പാർട്ടിക്ക് തിരിച്ചടിയാണെന്നും അണികൾക്കിടയിലേക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും സംസ്ഥാനത്തെ CPM യുവ നേതാവ് പ്രതികരിച്ചിട്ടുണ്ട്.